എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഒരു വെറൈറ്റി ചലഞ്ചാണ്. കാരണം നമ്മൾ ഇന്ന് വരെ ചെയ്തതിൽ വെച്ചൊരു മാറ്റമുണ്ട് നമ്മുടെ ഇന്നത്തെ ചലഞ്ചിൽ. കാരണം ഇന്ന് പണം വാരി എറിഞ്ഞുള്ള ചലഞ്ചാണ്. വാരിയല്ല, കൈ കൊടുത്തുള്ള ചലഞ്ചാണ്. അപ്പോൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല ആരോടും, എനിക്ക് നന്ദി അറിയില്ലേ. അപ്പോൾ സർപ്രൈസാണ്. കാരണം നമ്മുടെ ചലഞ്ചുകളെല്ലാം നമുക്ക് പ്രൈസ് കൊടുക്കുന്നില്ലെന്നുള്ളൊരു പരാതി ഉണ്ടല്ലേ എല്ലാവർക്കും. ആർക്ക്? സബ്സ്ക്രൈബേഴ്സിനുണ്ട്. അപ്പൊ അത് നമ്മളിന്ന് കിട്ടണല്ലോ. പുള്ളിയൊക്കെ കഷ്ടം എന്നും ചെയ്യും. കഴിഞ്ഞ ദിവസം കോഴിയൊക്കെ എന്തുവായിരുന്നു, 2 മിനിറ്റ് കൊണ്ട് ഇത്. അപ്പോൾ പൈസ ഇല്ലാഞ്ഞുകൊണ്ടാ ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണ്? എന്താ പറയാ? മോമോസ്, ചിക്കൻ മോമോസ് ചലഞ്ചാണ്. അപ്പോൾ ഓരോ ചിക്കൻ മോമോസിനും ഒരു വില ഇട്ടേക്കാം നമുക്ക്. എത്ര രൂപ പറഞ്ഞു? 1000 താഴെ തരല്ലോ. താഴെ തരാൻ പറ്റുമോ? 100. നീ പറ. 100 ഇവിടെ ലാസ്റ്റ് വരാം. പറ ആരാണ് പറ. എത്ര? 110 200 നിങ്ങൾ ഇഷ്ടമുള്ള. അപ്പോൾ 200 എത്ര പറഞ്ഞേ? 200 പറഞ്ഞേക്കുന്നത്. അപ്പൊ താങ്കൾ അവസരം കഴിഞ്ഞു കേട്ടോ. 1000 കുറയ്ക്കാൻ പറഞ്ഞ പുള്ളി ഞാൻ കുറച്ചു. 1000 കട്ടായ പറഞ്ഞിട്ട് നമുക്ക് 1000 വെക്കായിരുന്നു. കമ്പനി ചോദിച്ചു കുറയ്ക്കാൻ പറ്റും ചോദിച്ചു. പുള്ളിയെ കുറച്ച് പുള്ളി 100 ആക്കി തന്നു. 200 ഓക്കെ സമ്മതിച്ചു. 200 ഒരു തുടങ്ങിയല്ലോ. അവസാനം 200 ലേലം വിളിച്ചു ഞങ്ങള്. ഇല്ല കഴിഞ്ഞു. ആര്? അവൻ പറഞ്ഞു. 100 പറഞ്ഞു. 110 ഞാൻ 200 ഓരോ മോമോസിനും 200 വെച്ച്. 10 എണ്ണം കഴിച്ചാ 2000 രൂപ. 20 എണ്ണം കഴിച്ചാ 20,000. അപ്പൊ ഞാനൊരു 10 എണ്ണം കഴിച്ച എനിക്ക് 2000. നീ 10 എണ്ണം കഴിച്ച 100 എണ്ണം കഴിച്ചാ 4000 രൂപ. ഈ മനുഷ്യൻ ശരിക്കും ഒരു സംഭവമാണ്. ഇയാൾ പറയുന്നത് ഇയാളുടെ ഒരു ദിവസത്തെ വരുമാനം 1 ലക്ഷത്തിനെക്കാട്ടിൽ മുകളിലാണെന്നാണ്. നിങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ പറ്റുമോ? ഇയാൾ റഷ്യയിലേക്ക് പോയിട്ട് അവിടെ ലക്ഷറി ലൈഫായിട്ടാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇയാൾ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ തന്നെ 5 വർഷം എടുത്തെന്നാണ്. എന്നിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇയാളുടെ ഈ സീക്രട്ട് അദ്ദേഹത്തിന്റെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പുതിയ യൂസേഴ്സിന് ബോണസായി 5000 വരെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കും പൈസ. അതായത് നീ 10 കഴിച്ചു, 12 കഴിച്ചു, 14 കഴിച്ചു, 16 കഴിച്ചു, 20 കഴിച്ചു, ഞാൻ 25 കഴിച്ചാൽ എനിക്കായിരിക്കും സമ്മാനം. ഞാൻ കഴിക്കോളാം. ഇവനെന്ത് ഞാൻ കഴിക്കോളാം. തമാശക്കോടി ഇവന് പറയാൻ പറ്റത്തില്ല ഞാനും ജയിച്ചത്. എന്താ മനസ്സാണ് അത് തന്നെ ഞാൻ കേൾക്കുന്നത്. എന്താ പരിപാടിയാണ് കാണിക്കുന്നത്? അല്ല, അപ്പൊ അത് അത്രയും കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തോ പരിപാടി ഉണ്ടോ? എടാ മനസ്സിലായില്ലേ? ജയിക്കുന്ന ആളെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളെ കൗണ്ട് ചെയ്യും. ആൾക്ക് എന്തെങ്കിലും എന്താടാ ഇവിടെ ഒന്നും മനസ്സിലായിട്ടില്ല. ഇവര് തമ്മിൽ പ്രശ്നമായി. ഒന്നുമില്ല. ഇവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്തില്ല ഞങ്ങള്. കൊള്ളാവോ? ഫ്രൈഡാ അത്രേ ഉള്ളൂ. ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവരുടെ ഓരോ മൊമോസിനും 200 ഇൻറ്റു വെച്ച് കൂട്ടും. 10 എണ്ണാണെങ്കിൽ 2000, 40 എണ്ണാണെങ്കിൽ 8000. അപ്പൊ ഇത്രേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആൾക്ക്. കേട്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ പോയാലോ? അടിപൊളി മോമോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും വരാം. അതുപോലെ ഞങ്ങൾ ചലഞ്ച് വെക്കുന്നുണ്ട്. അപ്പൊ പോ.
ഗായ്സ് ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്നത് നമ്മുടെ ശരത്തളയരാണ്. ശരത്തളയർ വരികയാണ്. അപ്പൊ ശരത്തളയർ എന്തായാലും ഒരു 5,000-10,000 രൂപ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമുണ്ട്. ഈ നമുക്ക് കമ്പനിക്ക് സമയമുണ്ട്. കമ്പനിക്ക് വാരിക്ക് തരാൻ പറ്റത്തില്ല. അപ്പൊ 2 മിനിറ്റേ ഉള്ളൂ. കാരണം ഈ സാധനം ചെറുതല്ലേ, നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. 200 രൂപയ്ക്ക് 2 മിനിറ്റ്. 2 മിനിറ്റ് സമയം. അല്ലെങ്കിൽ അവിടെ എന്നെ ലോൺ എടുപ്പിക്കും. ഇപ്പോഴേ പറയണം, നിങ്ങൾ കാണുന്നവർ നോക്കുക. വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടത്തില് 3 എണ്ണം കുറയ്ക്കും. 3 എണ്ണം പറയും. അതൊക്കെ സത്യം. അപ്പൊ നമ്മുടെ വായിൽ ഉണ്ടെങ്കിൽ അത്ര എണ്ണം കുറയ്ക്കും. പകുതി കഴിച്ചൊന്നും അരയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ 100 രൂപ ഇല്ല കേട്ടോ, 200 രൂപ ഉള്ളേ. പകുതി കഴിച്ച് 100, 300 അല്ല 500 ഇവിടെ ഇല്ല. കഴിച്ച് ഫുള്ള് ഇറക്കണം. അവസാനം എത്ര എണ്ണം ഉണ്ടായാലും അതെല്ലാം കൂട്ടത്തില്ല. സമയം തീരാൻ പോവാ. നീ 3 എണ്ണം എടുത്ത് പെട്ടെന്ന് വായിട്ടു. പക്ഷെ അത് ഇറക്കണം. ആ 3 ഇറങ്ങിയാൽ 3 എണ്ണം കളിയാം. അപ്പോൾ നമ്മൾ പലതും പറയണ്ട, പല കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കാനൊന്നും പോയില്. നമ്മുടെ സ്ട്രാറ്റജി കമ്പനിയുടെ ആൾക്കാരാണ് ഇതെല്ലാം. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇവരൊക്കെയാണ്. ഇവർ നീ മത്സരിക്കുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ മൈൻഡ് ചെയ്ത് കഴിക്കുക. അപ്പൊ 1, 2, 3 സ്റ്റാർട്ട്. അതെ 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 മുക്കിപ്പിടി 200 200 200 400 400 400 രണ്ടാമത്തെ ഇറങ്ങാൻ 600 600 600 600 600 600 തുണ്ടിയിൽ ചേർത്ത് 1,200 ലോക്ക് ചെയ്തിരിക്കുന്നു. 1,200 ഇന്ന് തീ മത്സരം പണത്തിന് വേണ്ടി ഉടൻ പണം 1,600 എടുക്കാനുണ്ടോ? 2,000 നേരത്തെ ആണ് ഞാൻ തോന്നുന്നു പട്ടിണി കിടന്നിട്ടോ. 55, 56, 57, 58, 59. 2,800 നമ്മുടെ ഒരെണ്ണം ഇറക്കിയാൽ പോലെ ഒരെണ്ണം കഴിച്ചായിരുന്നു അതൊക്കെ ഇറക്കാൻ പറ്റിയത്. 2 എണ്ണം ഇറക്കിയില്ല. ഒരെണ്ണം ഇറക്കിയാൽ പോലെ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ 2,400 രൂപ ശരത്ത് നമ്മളെ സ്റ്റേജിലോട്ട് പോവാണ്. ലോക്ക് ചെയ്തിട്ടുണ്ട്, 3 തരം ലോക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. 2,400. ദൈവമേ, കമ്പനിക്ക് നഷ്ടമല്ല. കമ്പനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. നമുക്ക് ഇപ്പൊ മത്സരിക്കുന്നവർ പെട്ടെന്ന് മത്സരിക്കുക. നമ്മൾ കുറച്ച് ഇത് കടയിൽ പോയിട്ട് നമ്മൾ അവസാനമുള്ള മോമോസാണ് എടുത്തത്. അപ്പം ഈ 50 രൂപ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. പിന്നെ അടുത്ത ആൾക്ക് മത്സരിക്കാൻ പറ്റില്ല. അതെ 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 പെട്ടെന്ന് മത്സരിച്ച് ജയിക്കുന്നവർക്ക് പെട്ടെന്ന് പൈസ കൊണ്ട് പോവാം. സംഭവം അറിയാം, മോമോസ് ഒത്തിരി നമ്മുടെ അടുത്തൊന്നും ഇല്ല. കുറച്ച് സെയിൽ വളരെ കുറവില്ല. അപ്പൊ കുറച്ചൊക്കെ വെക്കത്തുള്ളവര്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബൾക്ക് ഓർഡർ മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ പലതും പറയും, നിങ്ങളുടെ ഇഷ്ടം. അപ്പോ അടുത്തായിട്ട് മനസ്സിലാക്കുന്നത് തണുപ്പേഷ് എന്നറിയപ്പെടുന്ന കടയിക്കാട് നിന്നും വന്ന സുബിൻ പോയാലും. സുബിൻ നമ്മള് പറയില്ല, സമയം പറയത്തില്ല, ലാസ്റ്റ് സമയം പറയത്തില്ല. ഞാൻ ഇതൊക്കെ കഴിക്കുന്നു. 1, 2, 3 തുടങ്ങി. പൈസ കിട്ടത്തില്ല, ആലോചിച്ച് വേണം കളിക്കാൻ. സ്റ്റാർട്ടർ ഇട്ട് കഴിഞ്ഞാൽ 10 രൂപ കിട്ടത്തില്ല. 2,400 മറികടക്കും പുള്ളി. 2,400 സ്ട്രാറ്റജി അങ്ങനെയാണ്, ഇറക്കണം. അല്ലെങ്കിൽ ഫുൾ ഇറക്കണം. 800 സമയമുണ്ട്, ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സമയം. 1,200 ഒരു തരം. 1,200 കടക്കാർ തണുപ്പേശ് 1,200 തണുപ്പേശ് 1,200 തണുപ്പേശ്
തണുപ്പായിരുന്ന പുള്ളി ഒരു കൈ നോക്കിയായിരുന്നു. 1400 മണിക്കുട്ടി 1600. 15 സെക്കൻഡ്. ഈ ഹോട്ട് സീറ്റിൽ നിന്നും കടയിക്കാട് ഉണ്ണിക്കുട്ടൻ 1600 രൂപ ഇറങ്ങി പോവുകയാണ്. വെള്ളം കുടിക്കാതെ അടുത്ത ഈ ലൂസേഴ്സ് ഫൈനലാണ് ലാഭം ഉണ്ടായി കമ്പനിക്ക് എന്ന് കടപ്പുണ്ടാവും. നമ്മള് എനിക്ക് പറയാനുള്ളത് ശരത്ത് മത്സരങ്ങളിൽ നിന്ന് വിജയിക്കുന്ന അവർ അമ്മേനോട് എപ്പോഴും പറയും അവനെ ശരത്തിന് ഒരു എന്റെ അഭിപ്രായത്തിൽ നീ അത് സാധിച്ചു കൊടുക്കാനുണ്ട്. പറയാൻ പറ്റൂലോ തീറ്റയുടെ കാര്യം. അപ്പോൾ രണ്ടുപേരും ഇവനെ നോക്കണേ. എണ്ണ മറ്റേ കൈ ഒന്ന് നോക്കണേ. ഇപ്പോഴേ പറയാം, നീ ഇറക്കിയില്ലേ നിന്റെ 4 കുറയ്ക്കും. 4 കുറയ്ക്കും. നീ ഒരുപാടെണ്ണം കേട്ട് വായിലുണ്ട്. എത്ര കേട്ട് അറിയത്തില്ല നമുക്ക്. കേട്ടോ സൂക്ഷിച്ച് കളിക്കുക. തൊണ്ടക്ക് കത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ലീവ് എടുക്കേണ്ടി വരും. ഇന്ന് വരെ കാണാത്ത മത്സരം. പൈസ കണ്ടപ്പോൾ പുള്ളി കമന്ന് വിടും, അല്ല മലന്ന് വിടും. ഇന്ന് വരെ കാണാത്തത്. സാധാരണ ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുന്നത് പ്രവീണൻ. ഇതാ മത്സരം കടുക്കുകയാണ്. കുഴപ്പമില്ല പുള്ളി ഷിപ്പ്യാർഡ് പ്രവീൺ. അല്ല ഒരു 20 ഇത് ടൈമറോട് ഓഫായി. എനിക്കറിയില്ല. ടൈമർ അപ്പൊ ഇതിന് എത്ര ഭയങ്കര ബുദ്ധി. കാരണം അറിയോ, നമ്മൾ ശ്രദ്ധ മാറിയപ്പോൾ ഇവൻ എത്ര കഴിച്ചു? 10 കഴിച്ചു. ഇത് 10ാമത്തെ. അല്ല 1500 പോയി. ഞാൻ നോക്കുമ്പോ ടൈമർ നിന്ന് നോക്കുന്നു. ഞാൻ നോക്കി ശ്രദ്ധ പോയി. നമ്മുടെ എണ്ണം പോയി. കഴിച്ചു. സമ്മതിക്കണം പുള്ളി. ഇത്രയും പേരെ പുള്ളി അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് പുള്ളി സ്റ്റാർട്ട്. ഞാൻ പറയാം, സംഭവം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പം ആദ്യത്തെ പീസ് ഇട്ടു. അപ്പൊ ഞങ്ങൾ ഇതിലോട്ട് പോയി ശ്രദ്ധ, ഇത് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ പുള്ളി ഈ കൈ ഇങ്ങനെ വന്നിട്ട് നൈസ് ഇതിപ്പോ കഴിച്ചോണ്ട് സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് പോയി. കള്ളക്കളി കാണിക്കുന്ന പണ്ടൊക്കെ കയറി. എന്നിട്ടും പറ്റിയില്ല. സമ്മതിക്കണം. ആശ എങ്ങനെ സാധിക്കുന്നത്? അല്ല ചെയ്ത ഐഡിയ ഭയങ്കര. നമ്മൾ പറ്റിക്കാന്ന് പറഞ്ഞ ഭയങ്കര കാര്യം. അത്രയും പേരുണ്ടായിരുന്നു. അല്ല വേറെ കാര്യം വെച്ചാല് പുള്ളി എന്നിട്ട് നമ്മൾ കണക്കും തെറ്റിപ്പോയി. അതിലും പുള്ളി വിജയിച്ചു. കണക്കും തെറ്റി. നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കൂ. പുള്ളിയെ തെറ്റിക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ നിന്ന്. നന്ദോളി കേട്ടോ പേടിക്കേണ്ട വ്യക്തിയാണ്. 2005 ശരത്തിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായി വീട്ടിൽ നിന്നിട്ട്
എന്റെ മകൻ ജയിക്കണേ. ശരത്തനെ പോകുന്ന വഴിക്ക് നേർച്ച ഇട്ടേക്കണം. ജനക്ക് ഇവിടെ നേർച്ച ഇവനല്ലേ എനിക്കറിയാം. പോയാലോ? എന്തോ 2000 കിട്ടാൻ 5000 സ്പീഡിൽ ഓടിച്ചു വിട്ടെന്ന് എന്തെന്ന് പറയല്ലോ. ടൈമർ ഫ്രണ്ട് വെച്ചോ. 1 2 3 ഗോ. 200 200 200 200 200 400 400 400 400 400 400 600 കേറുന്ന മെല്ലെ 600 600 600 600 600 10 സെക്കൻഡിൽ 600 10 സെക്കൻഡിൽ 800 800 അത്രയാണ് കാണിച്ചില്ല. നന്ദു വരിക്കോലിൽ 1400 മൂന്നരല്ല പ്രാർത്ഥനയെല്ലാം വെറുതെയായി. പ്രാർത്ഥനയെല്ലാം വെറുതെയായി. 2600 അയ്യോ അയ്യോ. 2600 രൂപയ്ക്ക് 5000 കച്ചവടം ഉറപ്പിക്കും ഇവിടെ ആ പുള്ളി. എനിക്കറിയാം ഇവരെല്ലാം ഈ പുള്ളിയൊക്കെ നേർച്ച പറഞ്ഞോളൂ. എന്റെ 2000 കിട്ടാൻ ഞാൻ 5000 നേരത്തെ തരാമെന്ന്. അത്ര മതിയ പുള്ളി. കമ്പനിക്ക് ഇപ്പോഴും നഷ്ടമില്ല. 2600 കുഴപ്പമില്ല. 10,000 ഒന്നും പോയിരുന്നു. സംഭവം ഇറക്കണം കേട്ടോ. ഇറക്കിയില്ല. എനിക്ക് പേടിയാണ്. എനിക്കിന്ന് പേടിയാണ് ശരിക്കും പറഞ്ഞു. ഇവരൊക്കെ നേർച്ച നേർന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ ഇങ്ങനെ മത്സരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. നേർച്ചയൊക്കെ നേർച്ച ചിലപ്പോൾ ഞാൻ ആവശ്യമില്ല. ഇവൻ തോറ്റല്ലോ ഓൾറെഡി. തോറ്റു. ഒന്നും തോറ്റല്ലേ. ഇപ്പൊ അവൻ ഇനി അവൻ നേർച്ച പുള്ളിയുടെ ഭാഗത്തെ വെക്കില്ല. ചിലപ്പോ കൂട്ടി സ്പീഡ് കൂട്ടി വിട്ടാൽ ഞാൻ പിന്നെ വിശ്വസിക്കും. 2600 ലോക്ക് ചെയ്തിട്ടുണ്ട് നന്ദുവളയും കേട്ടോ. 2600 നന്ദുവളയും ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 2600 800 3000 5000 10,000 തിന്നെ ആദ്യം തിന്നട്ടെ. സോറി കണ്ണടിച്ചു. അമ്മക്ക് എഴുതി നിന്റെ മണ്ടലോട്ട് ഇങ്ങനെ ഒഴിച്ചു വെച്ച് ഓരോന്നോരോന്ന് എടുത്തങ്ങ് തിന്നെ. വെറുതെ മുക്കി കളയണ്ട. പുള്ളി എന്തൊക്കെയോ അണ്ണം ചെയ്തില്ല. എന്റെ 2 സ്ട്രാറ്റജിയിൽ ഒന്ന് അതായിരുന്നു. പോയാലോ. ഞങ്ങള് പലതും പറയും. നിന്റെ ഇഷ്ടം കഴിക്കണോ വേണ്ട. അത് ജയിച്ച് തോറ്റാ തോറ്റി. നമ്മള് പൊരുതി തോക്കണം. കിട്ടുന്ന കിട്ടിയാ മതി. നമ്മൾ കള്ളത്തരം ഈ പുള്ളികളോട്ട്. റെഡി 1 2 3 ഗോ. കൊമ്പനുണ്ണി 200 400 400 400 കൊമ്പനുണ്ണി മത്സരിക്കുന്നു. 600 പഞ്ചായത്തിൽ നിന്ന് വന്ന് കൊമ്പനുണ്ണി 600 ലോക്ക് ചെയ്തിരിക്കുന്നു. 800 പഞ്ചായത്തിലെ ആളുകളെ 1800 കൊമ്പനുണ്ണി ലോക്ക് ചെയ്തിരിക്കുന്നു. 1800 2000 ഒരു മിനിറ്റ് 2600 വെറും 1 മിനിറ്റ് മാത്രമേ കഴിഞ്ഞുള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞു. 2800 ഇറക്കണം 3200 ഇറക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും കൂട്ടത്തില്ല. പതുക്കെ മതി.
പതുക്കെ മതി 3200 400 55, 56, 57, 58, 59, 60. വായിലുണ്ട് വായിലുണ്ട് പക്ഷേ ഇച്ചിരി ഉള്ളു ഒരെണ്ണം പറയാം ലാസ്റ്റ് ഓർമ്മയുള്ളൂ ബാക്കി വ്യക്തമായിട്ട് പൈസ 3400. സൗണ്ട് ഇല്ലാത്ത ചലഞ്ച് ഗൈസ്. അങ്ങനെ 3400 രൂപ ലോക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നമ്മളത് വളരെ എന്താണ് സൈലന്റ് ആയ ഒരു ചലഞ്ചായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും തനി മോന്ത കണ്ട് അത് പറയാം കാണാൻ മനസ്സിലാവും. കള്ളക്കളി കാണിച്ചിട്ട് പോലും നടന്നില്ല. 2400 ലോക്ക് ചെയ്ത പുള്ളിയുടെ അത് തകർക്കണമെങ്കിൽ ഇവിടെ 3400. ഓ ആനയാണ് കൂടെ തമ്മിലുള്ള ചേഞ്ച് ഉണ്ടായിരുന്നു. സംഭവം പുള്ളിയാണ്. അപ്പോൾ എങ്ങനെയാണ് GP ആയിട്ടെ ഗൈസ്? അങ്ങനെ നമ്മുടെ 3400 രൂപ സെൻഡ് ചെയ്യാൻ പോവാണ്. രോഹിത് ആർ 3500 കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എന്ത് PV സൗണ്ടില്ലല്ലോ ഇവിടെ. പുള്ളിയുടെ ബുദ്ധി കാര്യം നമ്മള് കള്ളത്തരമാണ് പുള്ളി കാണിച്ചത്. ആരും മനസ്സിലായോ? ചിന്തിക്കാൻ പറ്റത്തില്ല പുള്ളി പോയി ഡയറക്ടർ ഇല്ല ദൃശ്യത്തിനകത്ത് മോഹൻലാൽ മറ്റേ കുഴിച്ചിട്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ അതേപോലെ ഒരു സംഭവം നമ്മുടെ ചിന്തയെല്ലാം മാറ്റി അത് ഭയങ്കര ഭയങ്കര. അപ്പോൾ അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ ചെയ്യാം. നമുക്ക് വെറൈറ്റി ചലഞ്ചുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതിൽ വിളിച്ചിട്ട് പറയാനുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ പൈസ തരാം. അത് നിങ്ങളുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ നമ്മളത് ഇപ്പോൾ ചെയ്യുന്നില്ല. പണ്ട് ചെയ്യുമായിരുന്നു നമ്മളങ്ങനെ. ഇപ്പം നമുക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ നിങ്ങളിൽ നിന്ന് പൈസ മേടിക്കാത്ത കേട്ടോ. ഓരോരുത്തരും വിളിച്ച് പറയുന്നുണ്ടെന്ന് ഞാൻ തരാം പൈസ, കുഴപ്പമില്ല എന്താ എന്നെ അങ്ങനെ കാണുന്നത് ഇങ്ങനെ കാണുന്നത് ചേട്ടനായിട്ട് കാണുന്നത് പറയാറുണ്ട്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നല്ലേ. നമുക്കിപ്പം നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ നിന്ന് മേടിക്കാത്ത കേട്ടോ. വേറെ ഒന്നും കൊണ്ടുമല്ല. നമുക്ക് നിങ്ങൾ വരുമ്പോൾ വന്ന് കാണാൻ ഞങ്ങളെ അത് ആ സ്നേഹം മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്നേഹം പൈസ ഇപ്പോൾ തൽക്കാലം വേണം. നമുക്ക് എന്തെങ്കിലും നമുക്ക് പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട്